എനിക്ക് തോന്നുന്നു ട്രാൻസ് കപ്പിൾസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താ ഒരു ഞെട്ടല് ഞാൻ പറഞ്ഞപ്പോ? ഞങ്ങള് ആക്ച്വലി ട്രാൻസ് കപ്പിൾസ് അല്ല. അല്ല അല്ല അല്ലേ? അല്ല. അതെന്താ അങ്ങനെ? ഞങ്ങള് ശരിക്കും പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഗബ്രി എൻ്റെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഗബ്രിയുടെയും ബെസ്റ്റ് ഫ്രണ്ടാണ്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അതിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഗബ്രി. എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എൻ്റെ വീട്ടിൽ തന്നെ ഗബ്രി താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന, എന്നെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന, നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന, മീൻസ് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടിപ്പോയി പറയാൻ പറ്റുന്ന വേറെ ഫ്രണ്ട് കൂടി ഉണ്ട് കേട്ടോ. മീൻസ് ഗബ്രി എന്ന് പറയുന്ന വേറെ ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ മോളാണ്. അല്ലാതെ എനിക്ക് ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെയുള്ള നമ്മളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഗബ്രി. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ ടിക്ടോക്സും റീൽസൊക്കെ ചെയ്യുമ്പോഴുള്ള, ടിക്ടോക്സ് ഇല്ല റീൽസൊക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു വീഡിയോസിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് ഞങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പിന്നെ ഞാൻ വേറെ ആളുമായിട്ട് കമ്മിറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടൊക്കെ ആയിരിക്കണം കൂടുതൽ എന്നല്ലേ? കാരണം ഭയങ്കര എനിക്ക് തോന്നുന്നു വീഡിയോസ് മാത്രമല്ല, ഞങ്ങൾ എല്ലായിടത്തും ഒരുമിച്ചാണ് പോകുന്നത്. ഇപ്പം ഞാനും എൻ്റെ പാർട്ട്ണറും കൂടി എവിടെ പോയാലും ഗബ്രി എൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട്. കാരണം അതാണ്, ഇപ്പം ഗബ്രിൻ്റെ വീട്ടിലായതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു ആവശ്യത്തിന് പോയാലും എവിടെ പോയാലും, പിന്നെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചാലും ഞാനും ഗബ്രിയും ഒരുമിച്ചാണ് പോകുന്നത്. വിളിക്കുന്നത് പോലും എന്നെയും ഗബ്രീനെ ഒരുമിച്ചാണ്. അല്ലാതെ എന്നെ ഒരു കാര്യത്തിന് എന്നെ ഒരുമിച്ച് ഒറ്റയ്ക്ക് വിളിക്കാറില്ല. അതാണ് ആരോഹി എന്നുള്ള പേരിന്റെ ഒപ്പം അല്ലെങ്കിൽ ഹണി എന്നുള്ള പേരിന്റെ ഒപ്പം ഗബ്രി എന്നുള്ള പേര് കണക്റ്റഡ് ആയി. അതെനിക്ക് തോന്നുന്നു ഇനി മെജോറിറ്റി ആൾക്കാർക്ക് അതിനിപ്പോ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടും ആളുകൾ അത് അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ നുണ പറയുന്ന രീതിയിലേക്ക് പോവാണ്. മീൻസ് ഞങ്ങൾ പറ്റിക്കുന്നതാണ്, ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അത്രേ ഉള്ളൂ. നമ്മുടെ സത്യസന്ധത നമുക്കറിയാം. ആണല്ലേ? അപ്പൊ ഗബ്രീനെ അപ്പൊ പണ്ട് തൊട്ടേ അറിയാവോ? ആക്ച്വലി ഗബ്രി 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് തൊട്ട് എനിക്കറിയാം. അപ്പോൾ ഗബ്രി ഇങ്ങനെ മുടിയൊക്കെ വെട്ടാകുന്ന സമയത്ത് അന്ന് കാണുമ്പോൾ ഗബ്രിക്ക് നല്ലോണം മുടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇതൊക്കെ ചോദിക്കുക, എങ്ങനെയാണ് ഇങ്ങനെ മാറുന്നത്, ഇങ്ങനെ മാറി ചേഞ്ചസ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് എന്നോട് കോൺടാക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, അത് വീട്ടിൽ സംസാരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺടാക്ട്സ് ആയിരുന്നു. അപ്പോൾ ഗബ്രിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ പറയും, സംസാരിക്കുക. അത്രത്തോളം ഒരു ഡെപ്തിലേക്ക് പോയത് അങ്ങനെയുള്ളൊരു കോൺടാക്ട്സ്. പിന്നെ ഗബ്രിയും അധികം ആളുകളുടെ അടുത്ത് പെട്ടെന്ന് അടുക്കില്ല. ഞാനും അധികം പെട്ടെന്ന് അവരുടെ എല്ലായിടത്തും സംസാരിക്കുമ്പോൾ എല്ലാവരും തോന്നും ഹണി പെട്ടെന്ന് സംസാരിക്കുമല്ലോ, ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് തോന്നും. പക്ഷേ ഞാൻ എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ടാവും. എല്ലായിടത്തും ഭയങ്കര മിങ്കിൾ ചെയ്താലും ഞാൻ ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ടാവും. ബെസ്റ്റ് ആകാനായിട്ട് കുറേ കാലമെടുക്കും ഞാൻ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പറയുമ്പോൾ വിരലെണ്ണാവുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഗബ്രി ഭയങ്കര സൈലന്റ് ആണ്, ഫുള്ള് ഹണിയെ സംസാരിക്കുന്നത്. എനിക്ക് അത്ര ക്ലോസ് ആയിട്ടുള്ളവരോട് അങ്ങനെ സംസാരിക്കുന്നു. ആണല്ലേ? ഹണിയുടെ അടുത്ത് അപ്പൊ നന്നായി സംസാരിക്കും. ആണല്ലേ? ഞങ്ങൾ അടി കൂടാറുണ്ട്. അടി കൂടും? നന്നായിട്ട് അടി കൂടുമോ? നല്ല രീതിയിൽ. ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഓൾറെഡി റിലേഷനിലാണോ, അതായത് വേറെ റിലേഷനിലാണോ? അല്ല, ഗബ്രി സിംഗിൾ ആണ്, ഞാൻ കമ്മിറ്റഡ് ആണ്. ആണല്ലേ? ഗബ്രി എന്ത് പറ്റി? ആണല്ലേ? ഗബ്രിക്ക് ഇഷ്ടമാണ്, ആ കുട്ടിക്ക് അറിയത്ത് പോലും ഇല്ല. ആണല്ലേ? നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോംബോ കാണാനാ. ഇപ്പൊ മേ ബി ഇനിയിപ്പോ ഹണി വേറെ മാരീഡ് ആവുകയാണെങ്കിൽ പോലും ചിലപ്പോൾ അവര് വന്ന് കമന്റ്സ് ഇടും, അയ്യോ ഇത് വേണ്ടായിരുന്നില്ല എന്ന് ചിലപ്പോൾ കമന്റ്സ് ഇടും. ചാൻസ് ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ഗബ്രി ഇത് ഞങ്ങൾ ഒരുപാട് വട്ടം ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഗബ്രിക്ക് ഇങ്ങനെ റിലേഷനുള്ള കാര്യം, വൺ സൈഡിലുള്ള കാര്യം. അപ്പോഴും ആളുകൾ പറയണത് ഞാനാണെന്നാണ് പറയുന്നത്. ഗബ്രിക്ക് ആ വൺ സൈഡ് ഉള്ളത് ഞാനാണെന്ന്. മീൻസ് എനിക്ക് ആ റിലേഷൻ ഉള്ളത് കൊണ്ടാണ് ഗബ്രി വൺ സൈഡ് പറഞ്ഞിരിക്കുന്നത്. ഗബ്രിക്ക് ഇഷ്ടമുള്ള എന്തിനാണ് മീൻസ് അതിനെയും അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗബ്രി ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഹണി ഒരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ് ഗബ്രി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഞങ്ങളെ തന്നെയാണ് ഒന്നിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും, ഞങ്ങൾ ഫ്രണ്ട്സാണ്, സാരമില്ല ഹണി നിങ്ങൾ തമ്മിൽ കമ്മിറ്റ് ആകുക, മറ്റേ ആൾ ഒഴിവാക്കാം. മീൻസ് എനിക്ക് മറ്റേ ആൾ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ പാർട്ട്ണറിന്, ഇപ്പം ഞാനും എൻ്റെ പാർട്ട്ണർ കൂടി പോകുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടാറുണ്ട്. ഇപ്പം എൻ്റെ പാർട്ട്ണർ പറയാറുണ്ട്, അയ്യോ അവനൊന്നും പറയല്ലേ എന്ന് പറയും. മീൻസ് എൻ്റെ പാർട്ട്ണറിന് ഗബ്രിന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റേ. അതെ. പിന്നെ ഞങ്ങളുടെ മൂന്നുപേരുടെ ഇടയിൽ അറിയാം ഞങ്ങൾ ഉള്ള റിലേഷൻ എന്താണ്. പിന്നെ പബ്ലിക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പബ്ലിക്കിനെ അറിയില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ പബ്ലിക് മറ്റൊരാളുടെ അവസ്ഥ അറിയാതെയാണ് എല്ലാം കമന്റ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും പബ്ലിക് സംസാരിക്കുന്നത് സത്യമാണെന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ എന്ത് കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരാൾ പറയുന്ന കാര്യങ്ങൾ പബ്ലിക് സംസാരിക്കുമ്പോൾ ശരിയായ കാര്യമായിരിക്കില്ല സംസാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ, അവരുടെ ഫ്രസ്ട്രേഷൻസ് മാറാനായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ സംസാരിച്ച് കമന്റ് ഇട്ടിട്ട് പോവാ, അതിന് കുറെ ആളുകൾ ലൈക്ക് അടിക്കും, ഇവർ ഓർക്കുന്നത് ഓ നമ്മൾ അംഗീകരിക്കുന്ന. അതല്ല, ഇത് ചുമ്മാ അത്
ആ ലൈക്ക് അടിക്കുന്ന ആളുകളും ഇത് ചിലപ്പോൾ കുറ്റം പറഞ്ഞിട്ടായിരിക്കും ലൈക്ക് അടിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്താണ്, സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഹണിയുടെ റീൽസ് ഒക്കെ എടുത്തിരുന്നത് ഗബ്രിയാണോ? ആ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് എടുക്കും, ഫോട്ടോസ് എടുക്കും. പക്ഷെ അതിനൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഹണിയുടെ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോ അതിൽ കമന്റ്സ് ഉണ്ട്, ഓടി ഓടി കഴിഞ്ഞില്ലേന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പക്ഷെ നെഗറ്റീവ് ആണ് കൂടുതൽ. മീൻസ് ഞാൻ ഭയങ്കര മോഡേൺ ആയിട്ടൊക്കെയാണ് വീഡിയോസ് ചെയ്യണം. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടെന്ന്. അതെ, എനിക്ക് കൂടുതലും ജെൻസ് ആയിട്ടുള്ള ആളുകളും പിന്നെ ഇപ്പോഴത്തെ ഉള്ള ജനറേഷനിലെ ഗേൾസുമാണ് എനിക്ക് കൂടുതൽ ഫാൻസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹണിയുടെ സൗന്ദര്യത്തിനാണ് ഫാൻസ് കൂടുതൽ. എല്ലാരും കമന്റ്സ് കണ്ടിട്ടില്ലേ, എന്തൊരു സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഫുൾ കമന്റ്സ്. അവര് എല്ലാരും വന്നിട്ട് ചോദിക്കും, ചേട്ടാ നിങ്ങൾ ഇതിനെ വൺ സൈഡ് ലൈൻ അടിച്ചിരിക്കുന്നത് ഞങ്ങൾ വെക്കുന്ന കുറെ കമന്റ്സ് ഒക്കെ ഗബ്രിക്ക് വരാറുണ്ട്. ഫുൾ ഫാൻസാ, കുറ്റപ്പെടുത്തല്. ഗബ്രീന ഇങ്ങനെ ജീവിതം കളയരുത്. കുറെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യും, ഗബ്രിയുടെ കൂടെ പഠിച്ച പെണ്ണുങ്ങൾ വൺ സൈഡ് എന്ന് പറയുന്ന ലൈഫ് കളയരുത്, കുറെ വർഷങ്ങളായില്ലേ, ഇതിനാണോ നീ ലൈഫ് ഇങ്ങനെ ആക്കിയത്, നീ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ കളയുന്ന കുറെ കമന്റ് ഒക്കെ ചെയ്യാറുണ്ട്. ശരിക്കും ഹണി നന്നായി റിയാക്ട് ചെയ്യുന്ന ആളാണല്ലേ? സീരിയസ്ലി നമ്മൾക്കെതിരെ ഒരാൾ ഒരു തെറ്റായ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യണം. ആ സമയത്ത് തന്നെ റിയാക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടല്ല റിയാക്ട് ചെയ്യേണ്ടത്. എന്ത് കാര്യങ്ങളാണേലും ഇപ്പം എൻ്റെ അടുത്ത് കൃഷ്ണ അങ്ങനെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ പോലും തെറ്റാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യുക. അല്ലാതെ മാറിപ്പോയിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് കൃഷ്ണ നീ എന്തിനാണ് ഇന്റർവ്യൂയുടെ സമയത്ത് എന്നോട് അങ്ങനെ സംസാരിച്ചതെന്നല്ല ചോദിക്കേണ്ടത്. എനിക്ക് ഇവിടെ സംസാരിക്കുന്ന സമയമുണ്ടല്ലോ, കൃഷ്ണൻ്റെ കയ്യിൽ കയറി പിടിക്കാനോ നമ്മൾ തമ്മിൽ അത് അവിടെ സംസാരിക്കേണ്ട കാര്യം പുറത്തുപോയിട്ടല്ല സംസാരിക്കേണ്ട. റിയാക്ട് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ അവിടെ തന്നെ റിയാക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഇവിടെ സംസാരിച്ച് അത് സോൾവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പം ഇവിടെ സംസാരിക്കുമ്പോൾ ഇത്രയും പേര് കാണുന്നുണ്ട്, അത് ഒരു തെളിവില്ലാതെ എൻ്റെ വീട്ടിൽ പോയതിന് ശേഷം ഞാൻ വിളിക്കുമോ കൃഷ്ണനെ വിളിച്ചിട്ട് പറയാം, കൃഷ്ണൻ എന്തിനാണ് സംസാരിക്കുക? കൃഷ്ണൻ പറയും, ഞാനിപ്പോൾ സംസാരിച്ചു എന്ന് ചോദിച്ചാൽ എന്താണ് എവിഡൻസ് ഉള്ളത്? അല്ലേ? നമ്മൾ എന്ത് കാര്യം സംഭവിക്കുന്ന ആ സ്പോട്ടിലാണ് അത് റിയാക്ട് ചെയ്യേണ്ടത്. എന്നാൽ ഞാൻ പഠിച്ചത് അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാറുണ്ട്. എനിക്ക് എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് ചിലതൊക്കെ പിന്നെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വല്ല കമൻസ് ഒക്കെ വന്നാൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ചില ആളുകളുടെ അക്കൗണ്ട് ഞാൻ കയറി നോക്കും, ആ ഉണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കും. ചുമ്മാ വന്നിട്ട് ചിലർക്ക് ഒരു കാശിനും കൊള്ളാതിരുന്നിട്ട് ചുമ്മാ ഒന്ന് കമന്റ് ഇടും. നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കും. സത്യസന്ധമായിട്ടും നമ്മളവർക്ക് എന്ത് കഷ്ടമാണിത്. ചുമ്മാ ഒരു കാശ്, ഒരു ചേച്ചി എന്നെ 24 hours കമന്റ് ഇട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, യക്ഷി അവളെ കണ്ണ് കണ്ട്, യക്ഷി എന്നെ വിളിക്കുന്ന യക്ഷി, ഇവളെ കണ്ണ് കണ്ടില്ലേ, ഇവളെ കണ്ടാൽ പേടിയാവുന്നു, ഇവളെ രാത്രി മുടി അഴിച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ കള്ളിയങ്കാട്ട് നീടീനെ പോലെ ഉണ്ടാവും എന്നെ പറയണതാ. അപ്പം ഞാൻ ഓർത്ത ശരി ഇവര് ഭയങ്കര സുന്ദരിയായിരിക്കും പറഞ്ഞ് ഞാനൊരു അക്കൗണ്ട് കയറിയപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ചേച്ചി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും റീച്ച് ആയിട്ടില്ല. അപ്പൊ ഇതിന്റെ ദേഷ്യത്തിനാണ് ഞാൻ അവരുടെ അക്കൗണ്ട് കാണിച്ചത്, ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. എന്നിട്ട് ഇതിന്റെ ദേഷ്യത്തിൽ വന്നിട്ട് എനിക്ക് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് ഇവര് ലാസ്റ്റ് ഒരു ദേഷ്യം കമന്റ്. അപ്പൊ ഞാൻ ഇവർക്ക് പോയി റിയാക്ട് ചെയ്തപ്പോൾ ഇവർ വന്ന് കമന്റ് ചെയ്യും. മുന്നേ ഇവരോടൊക്കെ ഒരു സഹതാപമായിരുന്നു, ഇവരിപ്പോൾ അംഗീകരിച്ചു കൊടുത്തപ്പോൾ ഇവർക്ക് അങ്ങോട്ട്, ഞാൻ ലാസ്റ്റ് റിയാക്ട് ചെയ്തൊരു വീഡിയോ ആണത്, ഇവർക്കിപ്പോൾ അങ്ങോട്ട് പെണ്ണുങ്ങളെക്കാൾ വലിയ അഹങ്കാരമാണെന്ന് അംഗീകരിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ അംഗീകരിക്കുന്നത്? ഇപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, സ്ത്രീ എന്ന് പറഞ്ഞല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനും പറയുന്നത് ട്രാൻസ് വുമൺ എന്ന് തന്നെയാണ്.